അഭ്യുതകാംക്ഷികളായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങനെ വിഴിഞ്ഞം അദാനി പോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ബൈപ്പാസിലേക്ക് കണക്ടിവിറ്റി റോഡൊന്ന് കണ്ടിട്ട് വരാം. വിഴിഞ്ഞം ബൈപ്പാസ് കണക്ടിവിറ്റി റോഡൊന്ന് കണ്ടിട്ട് വരാം. ഇവിടുന്ന് നേരെ പോകുന്നത് വിഴിഞ്ഞം അദാനി പോർട്ടിൻ്റെ എൻട്രൻസിലേക്കാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് പോകണം. നേരെ പോയി വലത്തോട്ട് തിരിയുമ്പോഴേക്ക് അദാനി പോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ചെല്ലും. ആ വെള്ള കാറ് കിടക്കുന്നില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടുമാണ് കണ്ടെയ്നർ പോകുന്നതിൻ്റെ കണക്ടിവിറ്റി റോഡ് വരാനുള്ളത്. അപ്പുറ സൈഡിൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് റോഡ് നിർമ്മാണമൊക്കെ കണ്ട് നമുക്ക് വരാം. ഇവിടെ വയലുകളൊക്കെയാണ്. ഈ വയലിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പള്ളിച്ചെവ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രം തുരങ്കപാതയ്ക്കൊരു പാലം വരും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മുഴുവൻ തുരങ്കമാണ്. നമുക്ക് അടിച്ചു തള്ളി കയറിയപ്പോൾ ഒരു തേരാണ്. ഒരല്പം തേരുകൂടെ കയറി വേണം പോകാനായിട്ട്. അപ്പോൾ ഈ ബൈപ്പാസിലേക്ക് അദാനി പോർട്ടിൽ നിന്ന് ബൈപ്പാസിലേക്ക് കണക്ടിവിറ്റി ആയിക്കഴിഞ്ഞാൽ കണ്ടെയ്നറുകളൊക്കെ സുഗമമായിട്ട് പോകും. ഇപ്പം തന്നെ 250-ലധികം കപ്പലുകൾ വന്നിട്ടും ഒരു കണ്ടെയ്നർ പോലും നമുക്ക് റോഡ് മാർഗം കൊണ്ടുപോയിട്ടില്ല. കാരണം ഇതെല്ലാം നല്ല റോഡുകളാണ്. കണ്ടെയ്നർ കൊണ്ടുപോകാൻ പറ്റിയ റോഡുകളൊക്കെ ഓൾറെഡി ഉണ്ട്. ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തുന്നതിന് ഇവിടെ നിലവിൽ റോഡുണ്ട്. ഈ ബൈപ്പാസ് ഒഴികെ ബൈപ്പാസ് ഉണ്ട്. അതല്ലാതെ തന്നെ താഴെ വേറെ പ്രാദേശിക റോഡുകളുണ്ട്. വീതി കൂടിയ കണ്ടെയ്നറൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന വീതി കൂടിയ റോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിലൂടെയൊക്കെ കണ്ടെയ്നർ കൊണ്ടുപോകാൻ പറ്റും. നിലവിൽ ഇപ്പോൾ 250ഓളം മദർഷിപ്പുകൾ ഇവിടെ വന്നെങ്കിലും പുറത്തേക്ക് റോഡ് മാർഗം കണ്ടെയ്നർ ഷിപ്പുകളൊന്നും കണ്ടെയ്നർ ലോറികളൊന്നും പോയിട്ടില്ലെന്നാണ്, പോവുകയോ വരികയോ ചെയ്തിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മളിവിടെ ഇറങ്ങി നാട്ടുകാർ ചോദിച്ചപ്പോൾ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി ഏതെങ്കിലും വന്നൊന്നും അറിയത്തില്ല. പാറകളും കൊണ്ട് ലോറി വരുന്നത് മാത്രമാണ് കാണുന്നതെന്നാണ് ഇവർ പറയുന്നത്. നേരെ വലത്തോട്ട് തിരിയുന്നത് നേരെ അദാനി പോർട്ടിലേക്കാണ്. അപ്പോൾ ഇവിടെയാണ് ഇത് വരുന്നത്. ആ കണക്ടിവിറ്റി കണ്ടെയ്നർ കൊണ്ടുപോകാനുള്ള ബൈപ്പാസിലേക്കുള്ള കണക്ടിവിറ്റി ഇങ്ങോട്ടും അങ്ങോട്ടും രണ്ട് സൈഡിലേക്ക് വരും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതൊരു 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാവുമെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ തൊട്ടടുത്ത് വരെ വന്നിട്ടുണ്ട്. ഇരു സൈഡിലേക്കും പോകാനുള്ള അതിൻ്റെ അടുത്ത് വരെയൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ പാലങ്ങളും അതിൻ്റെ നിർമ്മാണങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒരു 3/4% ആയെന്ന് വേണേൽ പറയാം. ഇവിടം വരെയൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും ഓൾറെഡി ആയിരിക്കുകയാണ്. കണ്ട ആൾക്കാരെല്ലാം ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ടുള്ള കണക്ടിവിറ്റിക്ക് വേണ്ടി കൊണ്ട് ഇടതും വലതിലേക്ക് എനിക്ക് തോന്നുന്നൊരു 6 മാസത്തിൽ പൂർത്തിയാകുമെന്ന് തോന്നുന്നു. കണ്ടേ ഇപ്പം ഇത് ലെഫ്റ്റും റൈറ്റും ഉള്ള കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പാലം ഇങ്ങനെ വരും. അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് ഇങ്ങോട്ട് ബൈപ്പാസിലേക്ക് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകും. ഈ സൈഡിലേക്ക് അങ്ങനെ റൈറ്റ് സൈഡിലേക്കും പോകും. ഇപ്പോൾ നേരെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു താഴ്ന്ന പ്രദേശം ഉണ്ടായിരുന്നു. അവിടെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല. ഇവിടെ നല്ല ഈ സീപോർട്ടിൻ്റെ പരിസരത്ത് എങ്ങും അടുപ്പിക്കത്തില്ല. അവർ ഗോഗോ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാലം ചെയ്തിട്ട് ഒരുപാട് നാളായതാണ്. അതിനോട് അനുബന്ധിച്ച് അങ്ങോട്ടുള്ള പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടി വന്നാൽ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഈ പാലം പൂർത്തിയാകും. 1 വർഷമൊന്നും വേണ്ട. 6 മാസത്തിനുള്ളിൽ ബൈപ്പാസുമായിട്ടുള്ള കണക്ടിവിറ്റി കംപ്ലീറ്റ് ആകും. അപ്പോൾ അതിനുശേഷം ആയിരിക്കണം ഇവർ കണ്ടെയ്നർ റോഡ് മാർഗമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ബൈപ്പാസ് ഈ അല്ലാതെയുള്ള പ്രാദേശിക റോഡാണ് ഈ കാണുന്നത്. ഈ റോഡും അല്ലാതെയുള്ള റോഡാണ് ഈ കാണുന്നത്. സീപോർട്ടിൽ നിന്ന് നേരിട്ടുള്ള റോഡിനാണ് ഈ കാണുന്നത്. ഇതല്ലാതെ സീപോർട്ടിൽ നിന്ന് തെക്കോട്ടും വടക്കോട്ടും വീതി കൂടിയ റോഡുണ്ട്. ഇത് ചെറിയ റോഡാണെങ്കിൽ ഇതിനേക്കാളും വീതി കൂടിയ വലിയ റോഡ് തെക്കോട്ടും വടക്കോട്ടും ഉണ്ട്. നമ്മൾ ആഴിമല ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്ന റോഡില്ല, ആ റോഡ് ഉണ്ട്. ആ റോഡിൽ നിന്ന് കറങ്ങി ബൈപ്പാസിലേക്ക് കയറാനുള്ള വേറെയും റോഡുണ്ട്. അപ്പോൾ ഇപ്പോഴും കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തുന്നതിനുള്ള റോഡ് ഓൾറെഡി ഉണ്ട്. ബൈപ്പാസിലേക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഇല്ലെങ്കിലും വലിയ വലിയ കണ്ടെയ്നർ ലോറികളൊക്കെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 6 മാസത്തിനുള്ളിൽ നമുക്ക് 6 മാസം 1 വർഷത്തിനുള്ളിൽ അങ്ങനെ കയറി പോകാൻ പറ്റുമല്ലേ? ഓക്കെ. കല്ല് കണ്ടതുകൊണ്ട് നമ്മൾ അതുവഴി പോകണമെന്നൊരു ആശയക്കുഴപ്പം. അങ്ങനെ കണ്ട ഇവിടെ ടൈൽസാണ് ഇവിടെ എല്ലാം പാകരിക്കുന്നത്. കോൺക്രീറ്റ് ടൈൽസ്. ഇനി അങ്ങോട്ടുള്ളത് മുഴുവൻ കോൺക്രീറ്റ് ടൈൽസാണ്. അദാനി പോർട്ടിൻ്റെ സമീപത്ത് വരെ അല്ല, ഇതെല്ലാം ടൈൽസാണ്. കരിങ്കൽ ടൈൽസാണ്, കോൺക്രീറ്റ് ടൈൽസ്. അതാണ് പാതയ്ക്ക് ഇരിക്കുന്നത്. അവിടെ വരെ ഉണ്ട്, ഒന്നും അറിയത്തില്ല.
സിമെൻറ്റ് റോഡ്, കോൺക്രീറ്റ് റോഡ്. മനോഹരമായ റോഡൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. വലതുവശത്തുകൂടെയാണ്, ഈ വലത് സൈഡിൽ കൂടെയാണ് റെയിൽവേ കണക്ടിവിറ്റിയും വരുന്നത്. അപ്പോൾ അതിൽ റെയിൽവേ കണക്ടിവിറ്റി വന്നാൽ കുറച്ച് ഭാഗം മാത്രം പാലത്തിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം ഒരുപാട് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് റെയിൽവേ പാലത്തിൻ്റെ ആവശ്യം വരും. അത് കഴിഞ്ഞ് തുരങ്കപാതയാണ് മുഴുവൻ പറഞ്ഞത്. ഇതാണ് ഈ കാണുന്നതാണ് വിഴിഞ്ഞം ആഴിമല റോഡാണ് ഈ കാണുന്നത്. ഉണ്ടാവും, വലിയ റോഡാണ്. ഇതിന് തെക്കോട്ടും വടക്കോട്ടൊക്കെ വലിയ കണ്ടെയ്നറൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ആ കാണുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ അദാനി പോർട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നേരെ പോകുന്നത് അദാനി പോർട്ടിലേക്കാണ്. അവർ തടഞ്ഞിലേക്കുള്ള ഇവിടെ എല്ലാ തടസ്സങ്ങളാണ്. അപ്പോൾ അവർ തടഞ്ഞിലേക്കുള്ള എന്നാണ് ഞാൻ പറയുന്നത്. നേരെ പോയി കഴിഞ്ഞാൽ അദാനി പോർട്ടാണ്. കണ്ടില്ലേ? ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് സജീവ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനാഗറേഷനൊക്കെ കഴിഞ്ഞ് സജീവ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ പണി ദ്രുതഗതിയിൽ നടക്കും. ആരെ പരിസരത്ത് പോലും അടുപ്പിക്കുമല്ലോ. നമുക്ക് പിന്നെ ഇങ്ങനെ ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് വരാമെന്നുള്ളതാണ്. ജസ്റ്റ് അവിടെ നിന്ന് എടുത്ത് വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കുമല്ല. പിന്നെ നമ്മളിങ്ങനെ ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് പോയി കളയാം എന്ന് വിചാരിച്ചിട്ടാണ്. ധാരാളം ബൈക്കും സ്കൂട്ടറുകളൊക്കെ ഇരിക്കുന്നു ഇവിടുന്ന് അങ്ങോട്ട്. നേരെ ഇതാണ് അദാനി പോർട്ടിൻ്റെ കവാടം എന്ന് പറയുന്നത് ഇവിടെയാണ്. കാര്യങ്ങളൊക്കെ കുറച്ചധികം മുമ്പത്തേക്കാളും കുറച്ചൊക്കെ നീറ്റ്നെസ്സൊക്കെ വന്നിട്ടുണ്ട്, വൃത്തിയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇച്ചിരി അലങ്കോലമായിട്ട് കിടന്നാണ്, അതിനൊക്കെ ഒരു മാറ്റം വന്ന് അല്ല. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്, സംഗതിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കരിങ്കൽ ലോഡുമായിട്ട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലോറിയെല്ലാം കിടക്കുന്നത്. അതായത് നമുക്കിനി ഇവിടെ നിൽക്കുന്നില്ല, നമ്മൾ അടുത്ത ലോറിയും വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അധികം നേരം നിൽക്കുന്നില്ല, നമ്മൾ പോയണം. വാഹനങ്ങളൊക്കെ അവിടെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ട്. സബ്സ്റ്റേഷൻ, നാഷണൽ ഹൈവേയിലൊക്കെ പോകാനുള്ള സിമ്പിളൊക്കെ വെച്ചുകൊണ്ട് ചെറിയൊരു ഗാർഡന്, പൂന്തോട്ടം എല്ലാം കാണിച്ചിട്ടുണ്ട്. ജീപ്പും ഇതെല്ലാം പോകുന്നുണ്ട്. അവന്മാർ വിടുവല്ലെന്നൊന്നും അറിയത്തില്ല. നമുക്ക് ഏതായാലും അത് വിടുന്ന് പോയേക്കാം. അപ്പോൾ ഇതാണ് അദാനി പോർട്ട്. നല്ല നല്ല ചെടികളൊക്കെ വെച്ച് ഏതായാലും പോർട്ടിൻ്റെ മുൻവശമൊക്കെ നല്ല പാർക്കുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടുന്ന് വലത്തോട്ട് പോകുന്നത് വിഴിഞ്ഞം ബസ് സ്റ്റാൻഡിലേക്ക് ആണ് പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് കയറാം. ഇപ്പം നമ്മൾ നേരെ ഇവിടെ ചർച്ചുണ്ട്. ചർച്ചിൻ്റെ അവിടെ സ്കൂട്ടർ വെച്ചിട്ട് അവിടുന്ന് താഴോട്ട് നടന്നിറങ്ങാനുള്ളൊരു സൗകര്യമുണ്ട്. നമുക്ക് അതുവഴി പോകാമെന്നാണ് വിചാരിക്കുന്നത്. ചെറിയൊരു കുത്തിറക്കമാണ്. ഈ കുത്തിറക്കത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നത് കണ്ടോ, നേരെ ആ സീപോർട്ടിൻ്റെ നേരെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വല സൈഡിൽ ഒരു പള്ളിയുണ്ട്, അതിൻ്റെ കൊടിമരമാണ് ഈ നേരെ കാണുന്നത്. താഴെ 2 ആട്ടോയൊക്കെ കൊണ്ട്, ആട്ടോ സ്റ്റാൻഡ് പോലെ അങ്ങനെ ഒരു പാരിഷ് ഹാളും എല്ലാമായിട്ടുള്ള ഒരു ചെറിയൊരു സംവിധാനമുണ്ട് ഇവിടെ. ഇതാണ് ഈ പള്ളിയുടെ പാരിഷ് ഹാള്. ഇതാണ് ഈ പള്ളിയുടെ പാരിഷ് ഹാള്. അപ്പോൾ ഇവിടെ ധാരാളം സ്കൂട്ടറുണ്ട്. ഇവിടെ പള്ളിയിലൂടെ എന്തോ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. പള്ളി കാണാമെന്ന് തോന്നുന്നുണ്ട്. പള്ളി ഫേമസായ പള്ളിയാണ്. ഒരുപാട് ഇടവക അംഗങ്ങളൊക്കെ ഉള്ള ഒരു പള്ളിയാണ്. ഇവിടുന്ന് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് വരുമ്പോഴേക്കും ഈ അദാനി പോർട്ടിൻ്റെ വിശാലമായ നമുക്കതിനെ കാണാൻ സാധിക്കും. അവിടെ ഇപ്പോൾ ഒരു നല്ലൊരു പോർട്ടും എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ അഭ്യുദയകാംക്ഷികളായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ വിഴിഞ്ഞത്തെ മത്സ്യബന്ധന തുറമുഖത്തിനടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പം അദാനി പോർട്ടും മത്സ്യബന്ധന ഗ്രാമവും വള്ളവും എല്ലാം നമുക്ക് കാണാം. നമുക്ക് കണ്ട. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ടൊരു ഫുട്ബോൾ കോർട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. മുമ്പിവിടെ മണലാരണ്യം മൈതാനം പോലെ കിടന്നതാണ്. ലോറിൽ നിരന്തരമായിട്ട് പാറകൾ വന്നുകൊണ്ടിരിക്കുന്ന പുലിമുട്ട് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഇവിടെ ഈ തീരദേശ വാസികളുടെ ബോട്ടുകളൊക്കെയാണ് കാണുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് കൊണ്ടുവന്ന്
അടുപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ഫുട്ബോൾ കോർട്ടും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സീപോർട്ട് നിർമ്മാണമൊക്കെ ആദ്യം വിപുലമായ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുൽവെട്ട് നിർമ്മാണമൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നിരന്തരമായിട്ട് പാറയും കൊണ്ട് വലിയ ലോറികളൊക്കെ വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫുട്ബോൾ കോർട്ടുണ്ട്, അതൊന്ന് കാണും. ഇതിപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചൊരു ഫുട്ബോൾ കോർട്ടാണ്. ചുറ്റും കോൺക്രീറ്റ് ചെയ്തിട്ട് ഗ്രാവലിട്ട് ചുമന്ന മണ്ണിട്ട് പശയുള്ള ചുമന്ന മണ്ണിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഫുട്ബോൾ കോർട്ടാണ് ഈ കാണുന്നത്. അതായത് പോർട്ടിൻ്റെ അടുത്തേക്ക് നമ്മളിതിന് പോകുന്നില്ല. ഇവിടെ വള്ളങ്ങളും മത്സ്യബന്ധന ബോട്ടുകളും എല്ലാമാണ് ഇരിക്കുന്നത്. നിരന്ന് ഇരിക്കുകയാണ്. ഇപ്പോൾ പ്രാദേശികവാസികളോട് ഈ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ചോദിച്ചപ്പോൾ വളരെ നിർവികാരതയോടെയാണ് അവർ ഓരോരോ കാര്യങ്ങൾ നമ്മളോട് പറയണത്. ഏതാനും പേർക്ക് വേണ്ടി 10 താഴെ ഏതാനും പേർക്ക് മാത്രമാണ് തൊഴിൽ കിട്ടിയിട്ടുള്ളത്. വളരെ തുച്ഛമായ ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ തൊഴിൽ കിട്ടിയിട്ടുള്ളത്. അതും 10,000 രൂപ അത്രയൊക്കെയാണ് ശമ്പളം കൊടുക്കുന്നത്. വണ്ടി ഓടിക്കുന്ന വലിയ ലോറിയൊക്കെ ഓടിക്കുന്നവർക്ക് 10,000 രൂപയാണ് ശമ്പളം കൊടുക്കുന്നത്. വളരെ നിർവികാരതയാണ് ഇവിടെയുള്ള പലരോടും ചോദിച്ചിട്ട് അവരെല്ലാം പറഞ്ഞു. ഇത്രയും നാളും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഒരാളെപ്പോലും അതിനുപോലും വിളിച്ചിട്ടില്ല. മാത്രമല്ല ഇതേവരെ അക്കൗണ്ടുകളല്ല എത്ര പേർക്ക് തൊഴിൽ കൊടുത്തെന്നുള്ള അക്കൗണ്ടല്ല. 50,000 പേർക്കും 5,000 പേർക്കും 50,000 പേർക്കൊക്കെ തൊഴിൽ കൊടുക്കുന്നെന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു സ്ഥലമാണ്. അപ്പോൾ വളരെ നിർവികാരത്തോടെയാണ് പലരും ഇവിടെ 3-4 പേരെ ഞാൻ ഇപ്പോൾ കണ്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി കണ്ടപ്പോൾ അവരെല്ലാം വളരെ നിർവികാരതയോടെ ഇരിക്കുകയാണ്. നമ്മൾ എന്ത് പറയാനാണ്? നിർമ്മാണ പ്രവർത്തനത്തിൽ നിങ്ങളിങ്ങനെ പങ്കെടുപ്പിക്കണ്ടേ? അതുമില്ല. യാതൊരു വിധ കൺസിഡറേഷനും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അടിസ്ഥാന വർഗങ്ങൾ ഏത് ഭരണം വന്നാലും അടിസ്ഥാന വർഗ പാർട്ടി ഭരിക്കാൻ വന്നാലും മറ്റ് പാർട്ടികൾ വന്നാലും ഭൂരിപക്ഷ പാർട്ടികൾ വന്നാലും ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെയാണ്. ശങ്കരൻ തെങ്ങിയ തന്നെയാണ്. കാരണം ഇപ്പോൾ ഇപ്പോൾ ഭൂരിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്നതാണെങ്കിൽ കേരളം ഭരിക്കുന്ന അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ ആരൊക്കെ ഭരണം നടത്തിയെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ അവൻ കഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും വീട്ടിൽ എത്തുമെന്നുള്ളതല്ലാതെ ഇവർ ഒക്കെ ചങ്ങാതിമാരാണെന്നേ. ഏത് പാർട്ടിയാണേലും വലിയ കമ്പനികളും വലിയ പ്രസ്ഥാനങ്ങളും എല്ലാമായിട്ട് ഇവർ ഒക്കെ ചങ്ങാതിമാരാണ്. സാധാരണക്കാരനും അടിസ്ഥാന വർഗത്തിൻ്റെ അവസ്ഥ ഇലക്ഷൻ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ പറയുന്നുള്ളതല്ലാതെ സാധാരണക്കാരൻ്റെ അവസ്ഥ കഷ്ടപ്പാട് തന്നെയാണ്. ഇപ്പോൾ തന്നെ ഇത്രയും വലിയ പദ്ധതി വന്നിട്ടും ഈ പ്രദേശത്തുള്ള എത്ര പേർക്ക് ജോലി കൊടുത്തെന്നുള്ളതിന് ഒരു കണക്കില്ല. അക്കൗണ്ടുകളല്ല, ആരുമില്ല, ചോദിക്കാനില്ല. അവരതാണ് പറയണത്. ആരുമില്ല ചോദിക്കുക. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രയും നടന്നിട്ട് പോലും ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തണ്ടേ? ചെറിയ ചിലപ്പോൾ ചില തൊഴിൽ പരിചയമൊക്കെ അല്പമൊക്കെ കുറവായിരിക്കും. എന്നാൽ ഇത്രയും വർഷത്തിനുള്ളിൽ ഞങ്ങളൊക്കെ തൊഴിൽ തുടക്കം പോലെ ഞങ്ങളെ ചേർത്തുന്നത് ഞങ്ങൾക്ക് ആ തൊഴിൽ പരിചയം ഉണ്ടാവില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. ശരിയല്ലേ അവർ ചോദിക്കുന്നത്? നിർവികാരതയോടെ ഇവിടുത്തെ ഒരു വയസ്സായ അമ്മച്ചിയെ കണ്ടപ്പോൾ അവരോട് എൻ്റെ കൊച്ചുമോൻ പേരക്കുട്ടി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവന് കൊടുക്കണമെന്ന് വെറും 10,000 രൂപയാണ്. വലിയ ലോറി ഓടിക്കുന്ന അവന് കൊടുക്കണം വെറും 10,000 രൂപയാണ്. 2-3 മക്കളെ അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കണ്ടേ? തൊട്ടടുത്ത് ആയതുകൊണ്ട് ആ ജോലിക്ക് കയറിയതാണ്. കിട്ടണ ശമ്പളം ഇതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ശമ്പളത്തിൻ്റെ തൊഴിൽ വർധനവിന് കൂലി വർധനവിനും ഇവിടെ തർക്കമില്ല എന്നുള്ളതാണ്. ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ലെന്നാണ് അവർ പറയണത്. അതാണ് അവസ്ഥ. നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ ഹാർബർ സൈഡിലേക്ക് മത്സ്യബന്ധന ഹാർബർ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വിഴിഞ്ഞം പോർട്ടിൻ്റെ കാഴ്ചകളിങ്ങനെയാണ്. ഇവിടെ മറ്റേ ഡ്രഡ്ജിങ്ങിൻ്റെ കപ്പലുമൊക്കെ വന്ന് കിടക്കുന്നു. പിന്നെ വലിയ മദർഷിപ്പ് വരുമ്പോൾ അതിന് കൂടെ എക്സ്പോർട്ട് വരുന്ന ആ കപ്പലുമൊക്കെ ഇവിടെ കിടക്കുന്ന കാണാം. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുന്ന് ഏതായാലും ആ ഹാർബർ മീൻ പിടിക്കുന്ന ഹാർബറിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നമുക്ക് നോക്കാം. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ ആ സി. അപ്പോൾ ഇവിടെ കുറച്ചധികം പേരോട് ഈ സമീപ പ്രദേശവാസികളോട് കുറച്ചധികം പേരോട് ഞാൻ സമീപിച്ച് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോഴേ എല്ലാവരും ഒരു നിർവികാരതയോടെ ഇരിക്കുകയാണ്. എന്ത് പറയാനാണ് മോനെ, ഇത്രയും നാളായി എല്ലാവർക്കും നേരിട്ട് ഇത് വന്ന് പറയാനും പറയാൻ എന്തെങ്കിലുമൊക്കെ ഇനി ബിരിയാണി കിട്ടിയാൽ എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടും ഇനി എന്തൊക്കെ പ്രതികാര നടപടികളാണ് ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടും അങ്ങനെ രണ്ട് തരത്തിലുള്ള ആൾക്കാർ രണ്ട് രീതിയിൽ പറയുന്നു. നമ്മളെന്തെങ്കിലുമൊക്കെ പറയും, നമ്മൾ ഇവിടെയുള്ള അനുഭവമാണ് പറയുന്നതെങ്കിലും പക്ഷേ അത് നമുക്ക് നിയമ നടപടികളൊക്കെ ഉണ്ടായാലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ട്. ഇവിടെ ആരുമില്ല,
ഒരു നേതൃത്വപരമായിട്ട് ഇവിടെ ചോദിക്കാനും ഇവിടെ നിന്ന് ആരുമില്ല. ഇപ്പം തന്നെ ഇത്രയും നാളായിട്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഈ പ്രദേശവാസികളെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പം തന്നെ ഇവിടെ കമ്മീഷൻ ചെയ്തിട്ട് 10 പേർക്കാണ് ഇവിടെ തൊഴിൽ കിട്ടിയിട്ടുള്ളത്. ആ 10 പേരിൽ ലോറിയൊക്കെ ഓടിക്കുന്നവർക്ക് വെറും 10,000 രൂപയാണ് കിട്ടുന്ന മോനെ. ആ 3 മക്കളും അവരുടെ വിദ്യാഭ്യാസം അതെല്ലാം ചെയ്യണ്ടേ അപ്പടി ഇപ്പടിയൊന്നും പറഞ്ഞ് അവർ പറയണം. ഇവിടുത്തെ പ്രദേശവാസികൾ ഈ വിഴിഞ്ഞം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് അവർ വെറും നിർവികാരതയോടെ ഉള്ളൊരവസ്ഥയാണ്. നമ്മൾ എന്ത് പറയാനാണ്? വലിയ കമ്പനിക്കാരും സർക്കാരും എല്ലാം അവർ ഒരു കൂട്ടരാണ്. അവർ ഈ സാധാരണക്കാരൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അറിയുന്നില്ല. ഇത്രയും വലിയ ഒരു സ്ഥാപനങ്ങൾ വന്നിട്ടും സാധാരണക്കാരന് ഇവിടെ പ്രാദേശികവാസികൾക്ക് തൊഴിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടെ ഇപ്പോൾ വരുന്നുണ്ട്. കറക്റ്റായിട്ട് ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന് പറയണം. എന്നിട്ട് അവർ തന്നെ പറയണം, യൂണിയൻകാർ ഇപ്പോൾ INTC, CITU, BMS അവരെ പോലുള്ളവരെയൊക്കെ എന്തെല്ലാം ഇതാണ് ജോലി കൊടുക്കുന്നില്ല, ശമ്പളം കുറവെന്നും പറഞ്ഞ് എന്തെല്ലാം സമരങ്ങൾ ചെയ്യുന്നതാണ്. ഓരോ സ്ഥാപനത്തിൻ്റെ വണ്ടിലേക്ക് കുത്തിയിരുന്ന് സമരം ചെയ്യുന്നത് കാണുന്നതല്ലേ. ഇവിടെ അതുപോലുമില്ല. അപ്പോൾ ഇവർക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 50,000 പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് പോലും ഇവിടെ പ്രദേശവാസികൾക്ക് 10 പേർക്കാണ്ടാണ് 10-15 പേർക്കാണ് തുച്ഛമായ പേർക്കാണ് തൊഴിൽ കിട്ടിയത്. അതും വളരെ ശമ്പളം കുറവാണ് എന്നുള്ള ഒരു സാഹചര്യമാണ് അവർ പറയുന്നത്. പ്രത്യേക ട്രെയിനിങ് സെൻ്ററൊക്കെ തുടങ്ങിയിട്ടുണ്ട് അസാഫ് പോലുള്ള. അവിടെയൊക്കെ ട്രെയിനിങ് കിട്ടി വന്നവരായിരിക്കത്തില്ല ഇവിടെ ഉള്ളവർ. ഇപ്പോൾ അവർ ജോലിക്കെടുത്തവർ തന്നെ. അപ്പോൾ അങ്ങനെ ജോലിക്കെടുത്തവർക്ക് പോലും മാന്യമായ ശമ്പളവും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ മിനിമം വേജസ് ഉണ്ടായിട്ട് ആ മിനിമം വേജസ് പോലും ഇപ്പോൾ ഇവിടെ തൊഴിൽ ചെയ്യുന്നവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം കൂടെ വിളിച്ച് അറിയിക്കേണ്ട ഒരു നമുക്കൊന്ന് വിളിച്ച് പറയേണ്ട ഒരു അവസ്ഥ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് ബൂർഷ പ്രസ്ഥാനമാണ് കേന്ദ്രം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ കേരളത്തിൽ ഇപ്പോൾ അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടിയല്ലേ ഇടതുപക്ഷ സർക്കാരിലെ ഭരിക്കുന്നത്. അപ്പോൾ അവർക്കും സാധാരണക്കാരൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കി ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം കേന്ദ്രവും കേരളവും ഒക്കെ ചങ്ങാതിമാരാണ് എന്നാണ് പറയാതെ വയ്യ. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ നമ്മളിവിടെ ഈ മാർക്കറ്റിലൂടെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ഒക്കെ ചങ്ങാതിമാരാണ്. അപ്പം ഇവർക്ക് ആർക്കും ഇവിടെ തൊഴിൽ സമരമില്ല. ഇവിടെ ശമ്പള വർധനവിനെക്കുറിച്ച് മിനിമം വേജസ് പോലും കൊടുക്കുന്നുണ്ടെന്ന് അന്വേഷിക്കാൻ ആരുമില്ല. ഇവിടെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മീൻ പിടിക്കുന്ന ഹാർബറിൽ വന്ന് ബോട്ടുകളൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം നിരന്തരം എനി ടൈമും ഇങ്ങനെ വള്ളങ്ങളടുത്ത് മീൻ കൊണ്ടുവന്നുകൊണ്ട് ഫ്രഷായിട്ടുള്ള മീൻ കിട്ടും. ഇവിടെ വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഫ്രഷ് മീൻ കിട്ടും. ഐസ് പോലും ഇടാത്ത ഫ്രഷ് മീൻ കിട്ടും. ഈ പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ച് അങ്ങ് പോവാം. ഇവിടെ ഇപ്പോൾ ഈ വിഴിഞ്ഞം ഈ അദാനി പോർട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഭാഗങ്ങളുമൊക്കെ കുറച്ചുകൂടെ വികസിക്കുകയാണ്. വലിയ പാർക്ക് പോലെയൊക്കെ ഇതിനപ്പുറത്തെ ഈ പള്ളിയുടെ പുറകുവശത്തൊക്കെ കുറച്ച് മൈതാനം പോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇവിടെ ഒരു കുരിശടിയുണ്ട്, വലിയ പള്ളിയുടെ ഒരു കുരിശടി ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വെയിറ്റിംഗ് ഷെഡിലേക്ക് നിറച്ച് ആൾക്കാരാണ് ഇരിക്കുന്നത്. തണലും ലൈറ്റും ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ കുരിശടിയുടെ പിൻവശത്തും കുറച്ചധികം മൈതാനം പോലെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗത്തുമൊക്കെ ഒരു പാർക്ക് പോലെയൊക്കെ സംവിധാനം ഇണക്കിയാൽ അതിമനോഹരമായിരിക്കും, നല്ല വരുമാനമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു 2 സെക്ഷനായിട്ടാണ്, ഇപ്പുറ സൈഡും അപ്പുറ സൈഡുമായിട്ട് 2 ഈ ഹാർബർ ഉള്ളത്. ഇപ്പുറ സൈഡും ഉണ്ട്, അങ്ങനെ മറ സൈഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ക്രിസ്ത്യൻ പള്ളിയുടെ സൈഡിലാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അപ്പുറത്ത് മുസ്ലിം പള്ളി ഉണ്ട്, മസ്ജിദ്. അപ്പോൾ ആ മസ്ജിദിൻ്റെ അവിടെയും ഹാർബറും ഫിഷ് ലാൻഡിങ് സെൻ്ററെല്ലാം ഉണ്ട്. വലിയ ഫിഷ് ലാൻഡിങ് സെൻ്ററൊക്കെ അവിടെയും ഉണ്ട്. അപ്പോൾ ഒരു നല്ല വിശാലമായ ഒരു ഏരിയയാണ് ഇവിടെ. എല്ലാ ബോട്ടുകൾക്കും വരാവുന്ന ഏരിയയാണ്. ഇപ്പം ഇവിടെ കേന്ദ്രവും കേരളവും അദാനിയും എല്ലാം ഇപ്പോൾ എക്കച്ചക്ക ചങ്ങാതിമാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു മറ്റ് സമരങ്ങളും മറ്റ് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്ഥലങ്ങൾ പോകുന്നതിനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇവിടെ സമരം നടന്നെങ്കിലും സത്യത്തിൽ ഇവിടെ തൊഴിൽ ഈ പ്രാദേശികവാസികൾക്ക് അതിനനുസരിച്ചുള്ള മുൻഗണനയോടെ തൊഴിൽ കിട്ടിയിട്ടില്ലെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കിട്ടിയവർക്കാണ് ന്യായമായ ശമ്പളം കിട്ടുന്നില്ല. അപ്പോൾ കേന്ദ്രവും കേരളവും അദാനിയും എല്ലാം എക്കച്ചക്ക ചങ്ങാതിമാരാണ്. അതുകൊണ്ടാണ് ആരും ഇവിടെ ചോദിക്കാനില്ലാത്തത്. ഇവിടെ യൂണിയൻകാരുടെ സമരവുമില്ല, INTCയുടെ സമരവുമില്ല, CITUയുടെ സമരവുമില്ല, VMSകാർക്കും സമരം വേണ്ട, ഒന്നുമില്ല. അപ്പോൾ സാധാരണക്കാരൻ്റെ അടിസ്ഥാന വർഗത്തിലുള്ളവൻ്റെ കാര്യങ്ങൾ ചോദ്യം ചെയ്യാനും ഇവിടെ ആരുമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്.
ഇടതുപക്ഷ സർക്കാരാണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒന്ന് സംസാരിക്കാനോ ഇടപെടാനോ ഇവിടെ ആളില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള വസ്തുതയാണ്. ഇവിടെ ഞാൻ ഒരു 10-12 പേരൊക്കെ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ചപ്പോൾ അവരെല്ലാം വളരെ നിർവികാരത്തോടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അത് നമുക്ക് വളരെ നിർവികാരത്തോടെ അവർ ഓരോ കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അപ്പം ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഔട്ടറിങ് റോഡ് സ്ഥലം ഏറ്റെടുത്തവരോട് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സും കൊടുത്ത് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഒരു പ്രതിഷേധ സമരമൊക്കെ നടത്തി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മുന്നിലും മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിന് മുന്നിലും ഇപ്പോൾ അംഗൻവാടിക്കാർ സമരം ചെയ്യുന്നില്ല. അത് കണക്ക് നിങ്ങളും പോയി ഇരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാര്യം ഖജനാവിൽ പൈസ ഇല്ല, ഖജനാവ് കാലിയാണ്. അപ്പോൾ ഖജനാവ് കാലിയായതുകൊണ്ട് ലാൻഡ് അക്വിസിഷൻ ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് പൈസ തരാൻ പറ്റാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. അതുമല്ല, ഔട്ടറിങ് റോഡിന് അടിയന്തര പ്രാധാന്യമില്ല എന്ന് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആവേശത്തിന് അവർ ലാൻഡ് അക്വിസിഷൻ ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങിച്ചെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവരറിയുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുന്നില്ല, പൊതുമരാമത്ത് മന്ത്രിയെ കാണാൻ സാധിക്കുന്നില്ല. സ്ഥലം കൊടുത്ത് ഡോക്യുമെൻറ്റ്സും കൊടുത്തിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി അവർ പരിശ്രമിച്ചിട്ട് നടക്കുന്നില്ല. പൊതുമരാമത്ത് മന്ത്രി റിയാസിനെ കാണാൻ അവർ പല ആവർത്തി പോയിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇതിപ്പോൾ കേന്ദ്രത്തിൻ്റെ കയ്യിലല്ല, നമ്മൾ ലാൻഡ് അക്വിസിഷൻ നടത്തി കൊടുത്താലല്ലേ. ലാൻഡ് അക്വിസിഷൻ നടത്തേണ്ട കളക്ടർ ലാൻഡ് അക്വിസിഷൻ നടത്തി നാഷണൽ ഹൈവേക്ക് കൊടുത്താലല്ലേ ആ ഫണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ വസ്തു ഉടമകൾ സർക്കാരിൽ കൈമാറി നിങ്ങളോട് പറയാനുള്ളത്, ഇലക്ഷന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇലക്ഷന് മുമ്പ് കിട്ടിയെങ്കിൽ കിട്ടി, അതല്ലെങ്കിൽ പിന്നെ ഒരുപാട് വൈകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇലക്ഷന് മുമ്പായിട്ട് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുമെങ്കിൽ മുഖ്യമന്ത്രിയെ കാണുക, സമരം ചെയ്ത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുക എന്നുള്ളതാണ് പറയാൻ ഉള്ളത്. ഇത് കാര്യം ഇവിടെ തന്നെ 50,000 പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈ സ്ഥാപനം തുടങ്ങിയിട്ട്, ഈ ഹാർബർ തുടങ്ങിയിട്ട് ഇതുവരെ ഈ പ്രദേശവാസികൾക്ക് വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമാണ് തൊഴിൽ കൊടുത്തിട്ടുള്ളത്. അതിന് ശമ്പളം 10,000 രൂപയുടെ ശമ്പളം കിട്ടുന്നതെന്നാണ് അവർ പറയുന്നത്. വലിയ ലോറികൾ ഓടിക്കുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതാണ് സാഹചര്യം. ഇപ്പം തന്നെ എത്ര വർഷത്തെ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടന്നു. ഈ പ്രദേശവാസികളെ ഉൾപ്പെടുത്തിയിരുന്ന അവരും ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആകില്ലായിരുന്നു. തുടക്ക കാലഘട്ടത്തിൽ തന്നെ ആദ്യ സമയങ്ങളിലൊക്കെ അവർക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് കുറവ് കാണുമായിരിക്കും. പിന്നീട് വരുമ്പോൾ അവരും നല്ല എക്സ്പീരിയൻസ് ആകും. ഹർബറിനോട് ചേർന്നുള്ള ഫിഷ് ലാൻഡ് സെൻ്ററാണ്. എല്ലാ വലകളൊക്കെ ഒരുക്കി അടുത്ത മീൻ പിടിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം ഹാർബറിൽ കുട്ടികളുടെ നീരാട്ട്, ഒരുത്തൻ കുപ്പിയൊക്കെ നീന്തറിയാൻ പാടത്തനാണെന്ന് തോന്നുന്നു. അവൻ കുപ്പിയൊക്കെ കെട്ടി വെച്ചിട്ടാണ് കുളിക്കുന്നത്. ഇവിടെ വരാം. കുപ്പിയൊക്കെ അവനെ നീന്താൻ അറിഞ്ഞോളെന്ന് തോന്നുന്നു കേട്ടോ. അവനപ്പോൾ ആരെങ്കിലും കുപ്പി എല്ലാവരും കടലക്കാടുന്ന് അർമാദിക്കുന്നു. നിങ്ങളുടെ ക്ലാസ്സൊക്കെ തീർന്നല്ലേ? സ്കൂളൊക്കെ ടോക്കോമാൻ നിങ്ങൾക്ക് നീന്തറിഞ്ഞൂടെ? ശരി കൊള്ളാം, അടിപൊളി. അതിനിവിടെ ആഴം അധികം ഇല്ലല്ലോ, താഴ്ച കുറവല്ലേ? ആണല്ലേ? ഞാനുണ്ട്. കുട്ടികളൊക്കെ നല്ല അർമാദിച്ച് നീന്തി കുളിച്ച്. സ്കൂൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പിള്ളേരെല്ലാം ഉണ്ട് കുളിക്കാനൊക്കെ ആയിട്ട്. അടിപൊളി. നിങ്ങൾ കുളിക്കുന്നില്ലേ? നീ ചാടുന്നില്ലേടാ? നിർത്തിയാ? ടയേർഡായി രാവിലെ വന്നതാണോ? ഇവിടെ അടുത്തുള്ളത് തന്നെ? സ്കൂളൊക്കെ അടച്ചല്ലേ? ഇനിയിപ്പോൾ എല്ലാ ദിവസവും കുളിക്കാമല്ലോ, ലാവിഷമായിട്ട് ക്രിക്കറ്റ് കളിക്കാം അല്ലേ? നീ നീന്തിക്ക നോക്കട്ടെ, അറിയാമോ നോക്കട്ടെ, നീന്തിക്ക്.
എല്ലാം ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണ്. അടിച്ച് തിമിർത്ത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ആ ആ അടിപൊളി അടിപൊളി. ഇല്ല അത്രയൊന്നും ആയില്ല. 11:30. ഇപ്പം ഞങ്ങളുടെയൊക്കെ കൊച്ചു കാലമാണ് ഓർമ്മ. ചെറുപ്രായം നിങ്ങളുടെ പ്രായമാണ്. എല്ലാവരും ആയാ നിറഞ്ഞീന്ന് അത് കാണുന്നത് കുളിക്കുന്ന തെറ്റൊന്നുമല്ല. ഈ പ്രായത്തിൽ കുളിച്ചില്ല പിന്നെ എപ്പോൾ കുളിക്കാനാണ്? ഇപ്പോൾ നിലവിൽ കടകളൊക്കെ അടഞ്ഞുകിടക്കുകയാണ്. ഉച്ച കഴിയുമ്പോൾ 3 മണിക്ക് ശേഷമാണ് ഈ കടകളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നത്. കാര്യം 3 മണി തൊട്ട് രാത്രി 11-12 മണി വരെ ഇവിടെ നല്ല ടൂറിസ്റ്റുകൾ, ധാരാളം പ്രാദേശിക ടൂറിസ്റ്റുകൾ എല്ലാം വരുന്നൊരു ഇടമാണ് ഇവിടെ. ഉച്ചവരെ ഇവിടെ ഇങ്ങനെ അടഞ്ഞു കിടക്കും. നേരെ കടലിനോട് സമീപത്തായിട്ട് ദർഗാ ഷെരീഫുണ്ട്. നമുക്ക് ദർഗാ ഷെരീഫ് കൂടെ കണ്ട് നമുക്ക് മടങ്ങാം. വിഴിഞ്ഞം മുഹദ്ദീൻ പള്ളി ദർഗാ ഷെരീഫ്. വിഴിഞ്ഞം ലൈറ്റ് ഹൗസാണ് ആ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അതിമനോഹരമായ കടലൊക്കെ നല്ല ക്ലീനായിട്ട് കിടക്കുകയാണ്. വലിയ തിരകളൊന്നും ഇല്ല, തിരമാലകളില്ല. പിന്നെ കാറ്റ് നന്നായിട്ടുണ്ട്. ദർഗാ ഷെരീഫുകളാണ് കാണുന്നത്. ഈ തലയ്ക്കുണ്ട്, ഇവിടെ ഉണ്ട് 2 ദർഗാ ഷെരീഫുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിന്ന് നമുക്ക് അദാനി പോർട്ടെന്ന് കാണാം. വിഴിഞ്ഞം അദാനി പോർട്ടെന്ന് കാണാം. അപ്പോൾ അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറഞ്ഞൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ബസ്സിനാണോ ജനങ്ങൾക്കാണെന്നൊന്നും അറിയത്തില്ല. ഏതായാലും നമുക്കൊന്ന് നോക്കാം, അവിടം വരെ ഒന്ന് പോയി നോക്കാം. ഒരു ദർഗാ ഷെരീഫ് ഇവിടെ അപ്പുറത്തുമുണ്ട്. വിഴിഞ്ഞം പാറപ്പള്ളി ദർഗാ ഷെരീഫ്. അങ്ങനെ ഒരു ഇടത്ത് തന്നെ 2 ദർഗാ ഷെരീഫുകളാണ് ഇവിടെ ഉള്ളത്. എന്നാ അകത്തേക്ക് കയറാവോ? അങ്ങോട്ട് പോവാ? അപ്പോൾ ഇവിടെ നോ പാർക്കിംഗ് എന്ന് ഇവിടെ എഴുതിയിരുന്നതുകൊണ്ട് നമ്മളിവിടെ ചോദിച്ചു. അപ്പോൾ അകത്തേക്ക് കയറാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഇത് വിഴിഞ്ഞം ദർഗാ പള്ളി. ഒരു MSC കപ്പൽ, MSC തുർക്കിയാണെന്ന് അറിയത്തില്ല, MSC കപ്പൽ പറഞ്ഞ ഒരു എണ്ണം കിടപ്പുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ ഇന്ന് ഈ സൂമിങ് സംവിധാനം കുറവായതുകൊണ്ട് അപ്പോൾ ഒരുപാട് സൂം ചെയ്യാൻ പറ്റുന്ന ക്യാമറ അല്ല നമ്മുടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്കിവിടെ നയന ദൃഷ്ടിയാൽ MSC എന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും നമുക്കിതിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ കാണുമല്ല. ഇതാണ് അങ്ങനെ പോർട്ട്. ഒരു MSC വലിയൊരു ഷിപ്പ് അവിടെ കിടപ്പുണ്ട്. അകത്തും പുറത്തും പ്രദേശവാസികൾക്ക് വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്താണ് ഇവിടെ വിഴിഞ്ഞം പോർട്ട് വന്നത്. പക്ഷേ വിഴിഞ്ഞം പോർട്ട് ഏതായാലും യാഥാർത്ഥ്യമായി. പക്ഷേ പ്രദേശവാസികളെ 2 തരത്തിലും അവർക്കൊരു പങ്കാളിത്തം ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വലിയ വാഗ്ദാനങ്ങളൊക്കെയാണ് പ്രദേശവാസികൾക്കും കൊടുത്ത്, വലിയ വികസനമൊക്കെയാണ് പറഞ്ഞത്. ഈ വികസനമൊക്കെ തീർച്ചയായിട്ടും ഭാവിയിലുണ്ടാകും. പക്ഷേ അത് പ്രദേശവാസികളെ ഒരു പങ്കാളിത്തം ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പാരമ്പര്യ മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും ഈ സാധാരണക്കാരൻ്റെ വിഷയങ്ങളൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും പിന്നാലെ നടന്ന് അവരുടെ ബൈറ്റ് എടുക്കുന്നത് മാത്രമേ ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, മുഖ്യധാര മാധ്യമങ്ങളും പാരമ്പര്യമായിട്ടുള്ള മാധ്യമങ്ങളുമൊക്കെ ഇവിടുത്തെ മാത്രമല്ല പ്രാദേശിക തലങ്ങളിലുള്ള അവരെ കൂടെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണം. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പോലും അവർക്കൊരു പങ്കാളിത്തമില്ല. ഇപ്പോൾ ഏതായാലും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി. അതിലും അവർക്ക് ന്യായമായൊരു പങ്കാളിത്തം ഇതുവരെ കൊടുക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ന്യായമായൊരു ശമ്പളവും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ അതൊന്ന് അഡ്രസ്സ് ചെയ്യണം, ഇവിടുത്തെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണം. നിങ്ങൾ വലിയ രീതിയിലേക്ക് കൊട്ടിഘോഷിച്ച ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. അത് കൊട്ടിഘോഷിച്ച് കണക്കല്ലേ നടക്കട്ടെ, അതിൽ ആർക്കും തർക്കമില്ല, എതിർപ്പില്ല. പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശവാസികൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ടും അവരെ പങ്കാളിയാക്കിയിട്ടില്ല. ഇപ്പോൾ അവിടെ യാഥാർത്ഥ്യമായി. ഏതായാലും ഇവിടെ ഈ വിഴിഞ്ഞം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ 5000 പേർക്ക് പോലും നേരിട്ട് ഇവിടെ തൊഴിൽ കിട്ടിയില്ല. 1000
പേർക്കും 1000-നും താഴെയുള്ളവർക്ക് മാത്രമേ ഇവിടെ നേരിട്ട് ഇവിടെ തൊഴിൽ കിട്ടാനുള്ള സാധ്യത കാണുന്നുള്ളൂ. കാര്യം ഇവിടുത്തെ ക്രെയിനും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഇലക്ട്രോണിക്സ് സംവിധാനത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്കോഷ്ടി കണക്കുള്ള തൊഴിൽ സാധ്യത പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഇതിനനുബന്ധ വ്യവസായമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇവിടെ തൊഴിൽ സാധ്യതകളൊക്കെ ഉണ്ടായെന്ന് വരാം. പരമ്പരാഗതമായ അവരുടെ തൊഴിലാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ഇവിടെയാലും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി. അപ്പോൾ അവർക്കൊരു പങ്കാളിത്തം, ന്യായമായൊരു പങ്കാളിത്തം വിഴിഞ്ഞം പോർട്ടുമായിട്ട് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അസാഫ് പോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് പോലും ഇവിടെയുള്ള പ്രാദേശികമായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർ ന്യായമായ ഒരു പങ്കാളിത്തം ഇവിടെ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ശരി, എല്ലാവർക്കും വണക്കം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.